الحمد لله نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ അവന്റെ പരിപൂർണതയ്ക്ക് ആവശ്യമാണ് നന്നായി ഉറക്കം ലഭിക്കുക എന്നത്. അതവന്റെ ഒരു പെർഫെക്ഷനാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ പരിപൂർണ അർത്ഥത്തിൽ മനുഷ്യനാകുന്നത്. അല്ലാഹു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത് ആയത്തുൽ കുർസി നമ്മൾ കേട്ടിട്ടുണ്ടാവും, കാണാതറിയാം. ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യു അൽ ഖയ്യൂം. അല്ലാഹു ഏകനാണ്, അവൻ ഹയ്യാണ്, ഖയ്യൂമാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അവന് ഒരു ഉറക്കമോ ഉറക്കത്തിന്റെ മുന്നോടിയായി വരുന്ന കാര്യങ്ങളോ ഉണ്ടാവുകയില്ല. അതാണ് സിനത്ത് എന്ന് പറയുന്നത്. അതിന് അറബിയിൽ പറയാം മുഖദ്ദിമാത്തുൻ നൗം എന്നാണ്. ഉറക്കത്തിന്റെ മുഖവുര. കോട്ടുവായിടൽ തുടങ്ങി, മന്ദപ്പ് തുടങ്ങി, ഉറക്കം തൂങ്ങൽ തുടങ്ങി ഉള്ള അവസ്ഥക്കൊക്കെ സിനത്ത് എന്നാണ് പറയുന്നത്. അത് അള്ളാഹുവിന് ഉണ്ടാവൂല എന്ന്. കാരണം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പെർഫെക്റ്റ് ആകുന്നത് സിഫത്തു കമാൽ എന്നാണ് അറബിയിൽ പറയുന്നത്. അള്ളാഹു പെർഫെക്റ്റ് ആകുന്നത് ഉറങ്ങാതിരിക്കുമ്പോഴാണ്. കാരണം ലോകം നിയന്ത്രിക്കുന്ന അള്ളാഹു ഉറങ്ങിയാൽ അത് പറ്റില്ല. കാരണം ലോകം കോടാനുകോടി ഈ ഗാലക്സികളൊക്കെ ലോകത്തെയൊക്കെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അവിടെ ഉറങ്ങാൻ പാടില്ല. അത് ഉറങ്ങുക, അങ്ങനത്തെ ഒരാള് ഉറങ്ങുക എന്ന് പറയുന്നത് ന്യൂനതയാണ്. അതുകൊണ്ട് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് അവിടെ പെർഫെക്ഷനാണ്, പരിപൂർണതയാണ്, സിഫത്തു കമാൽ. എന്നാൽ നേരെ തിരിച്ച് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ഉറക്കം തൂങ്ങാനും പാടില്ല, കോട്ടായിടാനും പാടില്ല. എന്നാ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മനുഷ്യൻ ഉറക്കമില്ലാത്തവനാവുക എന്നത് ന്യൂനതയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ആരോഗ്യമുണ്ട്, തടിയും മണ്ണൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, പക്ഷേ ഉറക്കം കുറച്ച് കുറവാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ആ മനുഷ്യൻ പരിപൂർണല്ലാന്ന്. എവിടെയോ പ്രശ്നമുണ്ട്, മാനസിക രോഗിയാണ് എന്നാണ്, ഭ്രാന്തനാണ് എന്നാണ് അർത്ഥം. ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാത്തവൻ എന്ന് പറഞ്ഞാൽ അത് ന്യൂനതയും, ഉറങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ അത് പരിപൂർണതയുമാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുന്നവൻ എന്ന് പറഞ്ഞാൽ അത് ന്യൂനതയും, ഉറങ്ങാത്തവൻ എന്ന് പറയുമ്പോൾ അത് പരിപൂർണതയുമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് ഒരിക്കലും ലാ തഖുദുഹു സിനത്തും വലാ നൗം എന്ന് അല്ലാഹു തആല പറഞ്ഞത്.
ഉറക്കമോ ഉറക്കത്തിന്റെ മുഖവുരയോ ഒരിക്കലും അള്ളാഹുവിന് പിടികൂടുകയില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങിയിരിക്കണം. ഇൻസോംനിയ ഇന്നത്തെ ഏറ്റവും വലിയ രോഗമാണ്. ഇന്റർനെറ്റ് പരിശോധിച്ചാൽ ഞങ്ങൾക്കറിയാം. ഇൻസോംനിയ, ഉറക്കമില്ലായ്മ. എവിടെ ചെന്നാലും ഇന്ന് ഉറക്കമില്ലാത്തവരുടെ തിരക്കാണ്. കൗൺസിലിംഗ് സെന്ററുകളിൽ, മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ, റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ ഉറക്കമില്ലായ്മയാണ്. നല്ല മനുഷ്യന്മാര്, ഒരു കേടും ഉണ്ടാവില്ല, പക്ഷേ ഉറക്കം കുറവാണ്. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ്, ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് സൂറത്തുർ റൂമിൽ അള്ളാഹു ആകാശത്തെ, ഭൂമിയെ, സൂര്യനെ, വിവാഹത്തെ, കുടുംബജീവിതത്തെ ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ് വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ. വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് മനാമുക്കും, നിങ്ങളുടെ ഉറക്കം. അത് അള്ളാഹിന്റെ ദൃഷ്ടാന്തമാണ്. നമ്മൾ ആരും വിചാരിച്ചാൽ ഉറങ്ങാൻ കഴിയില്ല. ഡോക്ടർ ശാന്തകുമാർ, അദ്ദേഹം മരണപ്പെട്ടു പോയി എനിക്ക് തോന്നുന്നത്, ഒരു വലിയ സൈക്കോളജിസ്റ്റാണ്, കോഴിക്കോട്ടുകാരൻ. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ഉറക്കം ഒരു മനഃശാസ്ത്ര പഠനം. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ എങ്ങനെ ഉറങ്ങുന്നു എന്ന് അറിയില്ല. നമുക്കും അറിയില്ല എങ്ങനെ ഉറങ്ങാന്ന്, എപ്പോ ഉറങ്ങി, എങ്ങനെ ഉറങ്ങി എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഉറങ്ങുന്നുണ്ട്, പക്ഷെ അറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഉറങ്ങണ പോലെ ഒരിക്കലും മരിക്കും. അതും അറിയാൻ കഴിയില്ല. എങ്ങനെ മരിക്കുന്നു എന്നും അറിയാൻ കഴിയില്ല. ഉറങ്ങുന്നത് പോലെ അത് മരിച്ചു പോകുന്ന. അപ്പൊ ഉറക്കം എങ്ങനെ ഉറങ്ങുന്നു എന്ന് ആർക്കും അറിയില്ല. എങ്ങനെ ഉറങ്ങിയെന്നറിയില്ല, കടന്നതേ ഓർമ്മയുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാം. ആർക്കും അറിയില്ല, അവന്റെ മാത്രം കഴിവല്ല. അതുകൊണ്ട് മിന്നായാത്തിഹി, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. മനാമുക്കും ബില്ലൈലി വന്നഹാരി, രാത്രി നിങ്ങൾ ഉറങ്ങുന്നത്, പകലും നിങ്ങൾ ഉറങ്ങുന്നത്. പകലും വേണമെങ്കിൽ ഉറങ്ങാം, അതിന് അള്ളാഹു റസൂലൊന്നും എതിർത്തിട്ടൊന്നുമില്ല. ആവശ്യമുള്ളവർക്ക്. അറബികൾക്കൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, പകലുറങ്ങും. ജുമാന്റെ അല്ലെങ്കിൽ ളുഹറിന്റെ മുമ്പ് ഒരല്പസമയം. ഖൈലൂലത്ത് എന്നതിന് പറയാം. ഖൈലൂലത്ത് ഖുർആനിൽ പറയുന്നു, ഖായിലൂൻ, ഖൈലൂലത്ത് ഉറങ്ങുക എന്ന. ചൂട് ശക്തമായ കാലഘട്ടത്തിൽ ളുഹറിന്റെ മുമ്പ് ഒരല്പസമയം, ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ അവർ വിശ്രമിക്കും. അതൊരു ശീലമായിരുന്നു അവരുടെ. അപ്പൊ പകലുറങ്ങി, അത് വലിയ തെറ്റൊന്നല്ല പകലുറങ്ങുന്നത്. എപ്പോ ആണെങ്കിൽ ഉറങ്ങാം, വിരോധമല്ല. പക്ഷെ എപ്പോ ഉറങ്ങിയാലും ഉറക്കം എന്നത് മനാമുക്കും ബില്ലൈലി വന്നഹാർ വബ്തിഗാഉക്കും മിൻ ഫളിഹി, പകല് നിങ്ങൾ അധ്വാനിക്കുന്നതൊക്കെ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ, നേരെ കേട്ട് മനസ്സിലാക്കുന്നവർക്ക് അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട് എന്ന്. ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. ഒന്ന് നേരെ ഉറങ്ങുക എന്നുള്ളത് തന്നെ മനുഷ്യന് സമാധാനം ലഭിക്കും, ടെൻഷൻ കുറയും, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടും. ഉറക്കമില്ലായ്മയെ കുറിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ രോഗത്തെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഒരു വിധമുള്ള കേടൊക്കെ ഉറക്കമില്ലായ്മയിൽ നിന്നാണ്. അതിനൊരുപാട് പില്ലേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്, ഉറങ്ങാനുള്ള ഗുളികകൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിനുള്ള മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ട്, ടെക്നിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചിലപ്പം ഫലപ്രദം ആയിക്കൊള്ളണമെന്നില്ല. ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹു ഒരു മനുഷ്യന് അനുഗ്രഹിച്ച് നൽകുന്നതാണ്. അതൊരു നിഅമത്ത് കൂടിയാണ്. അതുകൊണ്ടാണ് വമിന്നായാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ. ഒന്നുറങ്ങിയാൽ ഫ്രഷ് ആവും. ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ സന്തോഷമുള്ള സമയത്ത് പോലും ചിലപ്പോ ഉറക്കം കിട്ടൂല. നാളെ മകളുടെ കല്യാണമാണ്, സന്തോഷിക്കേണ്ട ദിവസം, അല്ലെങ്കിൽ നാളെ പെരുന്നാളാണ്, അല്ലെങ്കിൽ നാളെ നമ്മൾ പ്രിയപ്പെട്ടവരെ വിരുന്നാണ്. ഇത്തരം ദിവസങ്ങളിലൊന്നും നമുക്ക് ശരിക്കും ഉറക്കം കിട്ടൂല. അപ്പൊ ആലോചിച്ച് നോക്കൂ, നാളെ യുദ്ധമാണ്, ഏറ്റുമുട്ടുക, ശത്രുക്കൾ ഏറ്റുമുട്ടാൻ വരികയാണ്. ബദറില് റമളാനാണ് വരുന്നത്, നമ്മൾ ഓർക്കേണ്ട ചരിത്രമാണ്. ആ സമയത്ത് അല്ലാഹു തആല മുസ്ലിം സൈന്യത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായ ഖുർആൻ എടുത്തു പറയുന്നത് ഇത് യുഗശീകുമുൻ നുആസ അമനതം മിൻഹു എന്താണ്? ഒന്നാമത്തെ അനുഗ്രഹം അതാണ്, നിങ്ങൾക്ക് ഉറക്കം കിട്ടി എന്നുള്ളതാണ്.
ആലോചിച്ചു, കല്യാണം ഉണ്ടാവുമ്പോൾ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല, സന്തോഷം ഉണ്ടാവുമ്പോൾ പോലും നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. കേവലം 313 ആളുകള് അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകള് ഭൂരിപക്ഷത്തോട് എല്ലാ സന്നാഹങ്ങളുമുള്ള ഭൂരിപക്ഷത്തോട് ഏറ്റുമുട്ടുന്ന ഈമാൻ മാത്രമാണ് ആ സമയത്ത് അവരുടെ മനസ്സിലുള്ളത്. അവിടെ അള്ളാഹു അവർക്ക് നൽകിയത് ഒരു വലിയ അനുഗ്രഹമാണ്. ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോ സുഖമായിട്ട് ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിനാണ് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ബദർ യുദ്ധത്തിൽ അല്ലാഹു തആല നൽകിയത് ഒരാശ്വാസം എന്ന നിലക്ക് ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ ഉറക്കം എന്ന് പറയുന്നതിനെ കൃത്യമായിട്ട് ഒരു പഴമൊഴിയുണ്ട്, നൗമുൽ ആലിമി ഇബാദത്തുൻ എന്നാണ്. ഒരു ആലിമായ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നത് പോലും ഇബാദത്താണ് എന്നാണ്. ഉറക്കം അത്രക്ക് പ്രാധാന്യമുണ്ടെന്നാണ്. കിടന്ന് വെറുതെ ഉറങ്ങുകയാണെങ്കിൽ പോലും അത് ഇബാദത്താണ്. അതുകൊണ്ട് ഉറക്കത്തെ നമ്മൾ ആരും അത്ര നിസ്സാരമായി കാണാൻ പാടില്ല. അതിന്റെ മര്യാദകളുണ്ട്. ഇസ്ലാം കൃത്യമായ മര്യാദകൾ ഉറങ്ങാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് ചെന്ന ഇദാ ആവാ അലാ ഫിറാഷിക്കും എന്ന് പറഞ്ഞിട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ധാരാളം ഹദീസില് ഉറങ്ങാനുള്ള ഒരു വിഷയം തന്നെ ഒരു മര്യാദയായിട്ട് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഒന്നാമത്, ഉറങ്ങാൻ പോകുമ്പോ ലൈറ്റുകൾ കെടുത്തണം, വെളിച്ചം, തീ അണക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും ശാസ്ത്രീയമായി നമുക്ക് മനസ്സിലാവും, വിശദീകരിക്കേണ്ട ആവശ്യം. ഉറങ്ങാൻ പോകുമ്പോ തീയൊക്കെ അണച്ചിട്ടേ ഉറങ്ങാൻ പാടും, നിയമമാണ്. തീ കത്താൻ പാടില്ല, അനാവശ്യമായ ലൈറ്റ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ വൈദ്യുതി കണക്ഷനോ മറ്റോ അതൊന്നും അനാവശ്യമായി ഇടാൻ പാടില്ല. ഒരു ഉറങ്ങാൻ ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. പാത്രങ്ങളൊക്കെ മൂടി വെക്കണം. ഹമ്മിറു ആനിയത്തി, നിങ്ങളുടെ പാത്രങ്ങളൊക്കെ മൂടി വെക്കണം. ഉറങ്ങാൻ കിടക്കണം. ഉറങ്ങുന്നതിന്റെ മുമ്പ് കൃത്യമായിട്ട്, അത് എല്ലാ വീട്ടിലെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, സ്ത്രീകളുടെ മാത്രമല്ല. ഭക്ഷണ സാധനങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും തുറന്നിടാൻ പാടില്ല, അതൊക്കെ മൂടി വെക്കണം. മാത്രല്ല, വൃത്തിയില്ലാത്ത കൈ കൊണ്ട് ഉറങ്ങാൻ കിടക്കാൻ പാടില്ല. കയ്യുമ്മ ഭക്ഷണത്തിന്റെ മണമോ അല്ലെങ്കിൽ അവശിഷ്ടമോ ഉണ്ടാവാൻ പാടില്ല. കൃത്യമായി ഹദീസിലൂടെ പഠിപ്പിച്ചതാണ്. നമ്മളൊന്നും അങ്ങനെ ശ്രദ്ധിക്കലില്ല. ഉറങ്ങാൻ പോകുമ്പോഴും കിട്ടിയ എന്തെങ്കിലുമൊക്കെ കൈ വാരി വലിച്ച് വായിൽ കിട്ടിട്ട് കണ്ട് കിടന്നുറങ്ങല, അങ്ങനെയൊന്നും പാടില്ല. കുട്ടികൾക്കും അത് ശീലിപ്പിക്കും. ഭക്ഷണത്തിന്റെ അവശിഷ്ടം കയ്യിലുണ്ടാവാൻ പാടില്ല. കഴുകി വൃത്തിയാക്കിയിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വസ്ത്രത്തിന്റെ അടിയിലുള്ളത് കൊണ്ട്, അടിഭാഗം കൊണ്ട്, ഒന്നുകിൽ അടിവസ്ത്രം അല്ലെങ്കിൽ എടുത്ത മുണ്ടിന്റെ അടിഭാഗം കൊണ്ട് നിങ്ങളുടെ വിരിപ്പ് കുടഞ്ഞ് വൃത്തിയാക്കണം. ആ വിരിപ്പിൽ എന്തുണ്ടാകും എന്ന് നിങ്ങൾക്കറിയില്ല. രാവിലെ എഴുന്നേറ്റ് പോകുന്നതാണ്, അങ്ങനെ പോയി കിടക്കാൻ പാടില്ല. ബെഡ്ഷീറ്റ്, തലയണ, ഒന്നുകിൽ തലയണ എടുത്തിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് തട്ടുക. അതൊരു സുന്നത്താണ്. ആലോചിച്ചു, അതൊരു മര്യാദ, ഒരു സുന്നത്താണ്, കൂലി കിട്ടും. വെറുതെ തലയണ എടുത്തിട്ട് ബെഡ്ഷീറ്റ് ഒന്ന് തട്ടുക, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഒന്ന് എടുത്ത് കുടയുക. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. വിശദീകരണം പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഒക്കെ ഹദീസിൽ കൃത്യമായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറക്കം വരാൻ വേണ്ടി ഇപ്പൊ നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു പരിപാടി, കുട്ടികളും വലിയവരും പെണ്ണുങ്ങളും ആണുങ്ങളും മാപ്പിളയും പെണ്ണുങ്ങളും ഒക്കെ ചെയ്യേണ്ട ഒരു പരിപാടി മൊബൈലേറ്റ് അങ്ങനെ ഇരിക്കലാണ്. ഉറക്കം വരുവോളം ഈ സാധനം കുറെ എണ്ണം പൊട്ടിത്തെറിച്ചിട്ട് അങ്ങനെ ജീവൻ പോകുന്നുണ്ട്. എന്നാലും ഇതേറ്റങ്ങനെ ഇരുന്നിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ പറയുന്നത് മൊബൈൽ സ്ക്രീനിൽ നോക്കിക്കൊണ്ട് കടന്നുറങ്ങാൻ പാടില്ല. എത്രത്തോളം സ്ക്രീനിൽ നമ്മൾ നോക്കുന്നുവോ അത്രത്തോളം ഡിസ്റ്റർബൻസ് നമ്മുടെ ഉറക്കത്തിനുണ്ടാകും. വേണമെങ്കിൽ ഒരു പ്രഭാഷണം കേൾക്കാം, അല്ലെങ്കിൽ നല്ല ഖിറാഅത്ത് കേൾക്കാം, അതിനൊന്നും വിരോധമില്ല എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ആളുകളൊക്കെ പറയുന്നത്. ഒരിക്കലും സ്ക്രീനിലുള്ള ഈ നോട്ടം അത് ഉറങ്ങുന്നതിന് മുമ്പ് പാടില്ല എന്ന് എല്ലാ ഡോക്ടർമാരും ചിന്തകന്മാരും ഒക്കെ പറയുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇസ്ലാം കൃത്യമായിട്ട് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് ഒതു എടുത്തിട്ടായിരിക്കണം ഉറങ്ങേണ്ടത്. ഒന്ന് മുറിഞ്ഞാലും കുഴപ്പമില്ല, പിന്നെ മുറിഞ്ഞാലും ശരി. ഒതു എടുക്കാൻ പോകുമ്പോൾ ഒതു എപ്പോഴും ഒരു മനുഷ്യന് നല്ലതാണ്. ദാഇബുൽ പഴയ കാലത്തൊക്കെ മനുഷ്യന്മാരെടുത്ത് നോക്കിയാൽ അവരൊക്കെ ഒരു ഒതു എടുക്കും. നമ്മൾ ശീലാക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഒരു ഒതു ഉണ്ടാകുക, ഒരു വൃത്തി ഉണ്ടാകുക, ഭംഗി ഉണ്ടാകുക എന്നുള്ള കാര്യം അത് ആവശ്യമാണ്. അതിന്റെ ഒരു ഭാഗമാണ് ഒതു ഉണ്ടാകുക.
ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒന്ന് ഒളു എടുത്ത് കിടക്കണം. ഭാര്യനെ എടുത്താൻ കിടക്കുന്ന വെച്ചാലും വിരോധമല്ല, ബെഡ്റൂമിൽ കിടക്കാനൊന്നും വിരോധമല്ല, ഒളു പിന്നെ മുറിഞ്ഞെങ്കിലും വിരോധമല്ല. പക്ഷെ ഉറങ്ങാൻ പോകുമ്പോ ഒരു തയ്യാറെടുപ്പ്, ഒളു ചെയ്ത് അത് ഖൈറുണ്ടാകും എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒളു എടുത്തിട്ടായിരിക്കണം ഉറങ്ങേണ്ടത്. അപ്പൊ ഉറക്കം എന്ന് പറയുന്നത് യാദൃച്ഛികമായി വരേണ്ടതല്ല, അതിനൊന്ന് ഒരുങ്ങേണ്ടതാണ് എന്ന്. എന്നിട്ടോ ഉറങ്ങാൻ കിടന്നാൽ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉറക്കത്തിന് ഒരുപാട് പ്രാർത്ഥനകൾ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോ ആയത്തുൽ കുർസി ഓതാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിലത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. സൂറത്ത് അൽ ബഖറയിലെ ആയത്താണ്. ആയത്തുൽ കുർസി ഓതിയാൽ പിശാചിൽ നിന്നുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്. ഉറങ്ങാൻ കിടക്കുമ്പോൾ നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതാം. ഉറങ്ങാൻ കിടക്കുമ്പോ ആയത്തുൽ കുർസി ഓതുക. ഇതൊക്കെ ഇങ്ങനെ ഇതില് വേറെ പ്രാക്ടീസ് ഒന്നെങ്കിൽ റൂമിലൊന്ന് എഴുതി വെച്ചാലും കുഴപ്പമില്ല. അറിയാത്തവരൊക്കെ റൂമിലൊന്ന് എഴുതി വെച്ചിട്ട്, അങ്ങനെയുള്ള ഇപ്പൊ നമ്മള് കുട്ടികളൊക്കെ പഠിപ്പിക്കല്, അത് നോക്കിയിട്ടൊന്ന് ഓതിയാൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഉണ്ടെങ്കിൽ എടുത്തിട്ടൊന്ന് ഓതുക. ആയത്തുൽ കുർസി ഓതി കിടന്നുറങ്ങാം. അൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകൾ, ആമന റസൂലു എന്ന് തുടങ്ങുന്ന ആയത്തുകൾ, ആമന റസൂലു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അങ്ങനെ തുടങ്ങുന്ന ആ ആയത്തുകൾ അതോദിയാൽ കഫത്താഹു, അതവന് മതി, ആ ആയത്തുകൾ മതി എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഓതിയിട്ട് മരിച്ചുപോയാൽ മാത്ത അലൽ ഫിത്ര എന്ന് പറഞ്ഞാൽ തൗഹീദിലാണ് അവൻ മരണപ്പെട്ടു പോയത് എന്നാണ്. കാരണം ഉറക്കം എന്ന് പറയുന്നത് ഒരർദ്ധമരണമാണ്. അർദ്ധമരണമാണ്. നിങ്ങൾ ഉറങ്ങുന്നത് പോലെ നിങ്ങൾ മരിക്കും. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. അല്ലാഹു തആല മരിക്കുമ്പോ നമ്മുടെ ആത്മാവിനെ പരിപൂർണമായി ഏറ്റെടുക്കും. വല്ലത്തി ലം തമുത്, മരിക്കാത്ത ആത്മാവിനെ ഫീ ബനാമിഹാ, അതിന്റെ ഉറക്കത്തിൽ അല്ലാഹു ഏറ്റെടുക്കും. എന്നിട്ടോ ഫയുംസികുല്ലതി ഖലാ അലൈഹിൽ മൗത്ത്, മരണം നിശ്ചയിച്ച ആത്മാവിനെ അല്ലാഹു തിരിച്ചു കൊടുക്കൂല. വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ, അല്ലാഹു തആല മരണം നിശ്ചയിക്കാത്ത ആ ആത്മാവിനെ വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കും. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് നമ്മൾ പറയും. അത് കാർഡിയാക് അറസ്റ്റ് വന്നതാണ്, കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ സൈലന്റ് അറ്റാക്ക് ആണ്. ഒക്കെ അതിന് പേരുണ്ടാക്കിയിട്ടിട്ട് അതിനെന്തെങ്കിലും പറയാനല്ലാതെ അള്ളാഹ് പറഞ്ഞത് ഇതാണ്. അല്ലാഹു തആല ഒരാൾ മരിക്കുമ്പോ, ഒരാൾ ഉറങ്ങുമ്പോ എല്ലാ ആത്മാവിനെയും അവിടെ സ്വീകരിച്ചു വെക്കും എന്നാണ്. ആർക്കെങ്കിലും പിന്നീട് ജീവൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ജീവൻ തിരിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഉറങ്ങാൻ നേരത്ത് നമ്മൾ പറയുന്നത് ബിസ്മിക റബ്ബി വളഅതു ജംബി, റബ്ബേ നിന്റെ നാമത്തിൽ ഞാൻ എന്റെ ശരീരത്തെ ഇതാ ഇവിടെ വെക്കുന്നു. ഈ പ്രാർത്ഥനകൾ പഠിക്കണം. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു, ഇനി നിന്നെ കൊണ്ട്, നിന്റെ നാമത്തിലാണ് ഞാൻ ഈ ശരീരത്തെ ഇവിടെ നിന്ന് ഉയർത്തുക. കഴിയില്ല നമുക്ക് നമ്മുടെ ശരീരത്തെ ഉയർത്താൻ കഴിയുമോ? നാലാള് അയലോക്കത്ത് നിന്ന് വന്നിട്ട് നമ്മൾ ഉയർത്താൻ കഴിയുമോ നമുക്ക് പറയാൻ പറ്റൂല. ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ, എന്റെ ആത്മാവിനെ നീ പിടിച്ചെടുത്താൽ നീ അതിന് കാരുണ്യം ചെയ്യണം. റഹിമഹുല്ലാഹ് മരിച്ചാ പറയുന്നതാണ്. ഈ ഉറക്കത്തിൽ എന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടായാൽ അതിന് കരുണ ചെയ്യണം. അതിനെ നീ തിരിച്ചു തരികയാണെങ്കിലോ നല്ല സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് തരണം. അതൊരു പ്രാർത്ഥനയാണ്, അത് നമുക്ക് ചൊല്ലാം. അതുപോലെ തന്നെ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ വലതുഭാഗം ചെരിഞ്ഞു കിടക്കും. എന്നിട്ട് തന്റെ വലതുഭാഗത്തിന്റെ ഉള്ളൻ കൈ കഴിയെങ്കിൽ മതിട്ടോ കവളത്ത് വെക്കും. അങ്ങനെ വലതുഭാഗം ചെരിഞ്ഞു കിടക്കുന്നു. കമഴ്ന്ന് കിടക്കല് അല്ലാഹുവിന്റെ റസൂൽ എതിർത്തിട്ടുണ്ട്. കമന്ന് കിടക്കാൻ പാടില്ല. ഒരിക്കൊരാൾ കമന്ന് കിടക്കണുണ്ടപ്പോ നബി നീക്കാൻ പറഞ്ഞു. ഇത് നരകത്തിലെ ആൾക്കാർ ഇങ്ങനെ കിടക്കാണ്, കമന്ന് കിടക്കല് കുറ്റവാളികളൊക്കെ കിടക്കുന്ന. അതുകൊണ്ട് കമന്ന് കിടക്കല്, പ്രത്യേകിച്ച് പുരുഷന്മാര് കമന്ന് കിടക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആ വലതു ഭാഗം ചെരിഞ്ഞു കിടക്കുക അല്ലാഹുവിന്റെ റസൂൽ പറയും അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, അല്ലാഹുവേ എന്റെ നഫ്സിനെ ഞാൻ നിന്നിൽ ഏൽപ്പിക്കുക. യഥാർത്ഥത്തിൽ അവിടെ ഒരു സറണ്ടർ ചെയ്യണം. ഉറങ്ങാൻ പോകുമ്പോ നമ്മൾ ചെയ്യണത് നമ്മുടെ ആത്മാവിനെ അള്ളാഹിന്റെ അടുത്ത് സറണ്ടർ ചെയ്യണം, ഒക്കെ സമർപ്പിക്കാൻ, ഒക്കെ തിരിച്ചു കൊടുക്കാൻ. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക, എന്റെ എല്ലാ കാര്യവും നിന്നെ ഏൽപ്പിച്ചു. വവജ്ജഹ്തു വജ്ഹി ഇലൈക, എന്റെ മുഖത്തെ ഞാൻ നിന്നിലേക്ക് തിരിച്ചു. റഗ്ബത്തൻ വറഹ്ബത്തൻ ഇലൈക, നിന്റെ പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
നിന്റെ ശിക്ഷ ഞാൻ ഭയക്കുന്നുണ്ട്. ലാ മൽജഅ വലാ മൻജാ ഇല്ലാ ഇലൈക്. അല്ലാഹുവേ, നിന്നിലേക്കല്ലാതെ ഇനി ഒരു അഭയസ്ഥാനവുമില്ല, നിന്നിലേക്കാണ് മടക്കം, വേറെ എവിടേക്കും എനിക്ക് പോകാനില്ല. അതുകൊണ്ട് എല്ലാം സറണ്ടർ ചെയ്തു, എല്ലാം അവിടെ കൊടുക്കുക അള്ളാന്റെ അടുത്ത്. അതുകൊണ്ട് ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത വബിനബിയിക്കല്ലദീ അർസൽത. നീ അയച്ച കിതാബ് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, നീ അയച്ച പ്രവാചകരിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് സറണ്ടർ ചെയ്തിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഉറങ്ങാൻ കിടക്കലുള്ളത്. അപ്പൊ അതൊരു പ്രാർത്ഥനയാണ്. അപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂതു, അതുപോലെ തന്നെ പടച്ചോനെ ഞാൻ നിന്നിലാണ് ജീവിക്കുന്നത്, ഞാൻ നിന്റെ പേരിൽ ഇതാ മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഉറക്കം എന്ന് പറയുന്നത് ഒരു അർദ്ധ മരണമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. ഒരിക്കലും ഈ ദിക്റുകളൊക്കെ നമ്മൾ പതിവാക്കുക. ഇതൊക്കെ നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, നമ്മൾ ശീലമാക്കുക. ഒരിക്കലും ഇപ്പോഴത്തെ കാലത്തൊക്കെ കാണുന്നത് എല്ലാവരും മൊബൈൽ നോക്കി അങ്ങനെ മൊബൈലിനെ ഭാഗത്തിട്ടിട്ട് അങ്ങോട്ട് ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് മാറണമെന്നാണ്. പ്രത്യേകിച്ച് റമദാൻ മാസം വരാൻ നല്ല കാര്യത്തിൽ ഉപയോഗിക്കാം. ഈ ദിക്റുകളൊക്കെ നിങ്ങൾക്ക് മൊബൈലിൽ വേണമെങ്കിൽ തെരഞ്ഞാൽ കിട്ടും, യൂട്യൂബിൽ കിട്ടും, പഠിക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 4 ദിവസം അതിൽ കേട്ടിട്ട് നമ്മൾ പഠിച്ചാൽ ഇതൊക്കെ കാണാതെ പഠിയും. അപ്പൊ ഉറക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ റൂഹിനെ അള്ളാഹുവിന്റെ അടുത്ത് സറണ്ടർ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അള്ളാഹു തിരിച്ചു തന്നെങ്കിൽ മാത്രമേ നമുക്ക് എഴുന്നേൽക്കുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. എഴുന്നേൽക്കലും അങ്ങനെ അറിയാം. ലോകത്ത് ഉറങ്ങാൻ ഒരുപാട് മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മയക്കാൻ മരുന്നുണ്ട്, പക്ഷേ ഉണരാൻ മരുന്നില്ല. ഉണരാൻ ഒരു മരുന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അള്ളാഹു തആല റൂഹിനെ മടക്കി തരുന്ന വേണം. വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗാഢമായി ഉറങ്ങാൻ, അങ്ങനെ പറയില്ലേ കലാകാരന്മാരൊക്കെ പറയും, ഗാഢമായി ഉറങ്ങാൻ ധാരാളം മരുന്നുകളുണ്ട്. എന്നാൽ ശാന്തമായി ഉണരാൻ ലോകത്തൊരു മരുന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ ഉറങ്ങിയാൽ അല്ലാഹു തആല നമുക്ക് നമ്മുടെ റൂഹ് തിരിച്ചു തന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉണരുകയുള്ളൂ എന്ന്. എത്രയോ ആളുകൾ അനസ്തേഷ്യ കൊടുക്കും, ഒരുപാട് പരിശോധനകൾ നടത്തി കൃത്യമായി അതിന്റെ റേറ്റിംഗൊക്കെ നോക്കിയിട്ട്, ആരോഗ്യമൊക്കെ നോക്കി എല്ലാം ഉറപ്പുവരുത്തിയിട്ട് മയക്കുമരുന്ന് കൊടുത്താലും ശരി, അനസ്തേഷ്യ കൊടുത്താലും അതിൽ നിന്ന് ഉണരാത്ത ആളുകളുണ്ട്. അവിടെ ഉണർത്താൻ ഒന്നും കുത്തിവെച്ചിട്ട് കാര്യം, ഉണരൂല, ഓട്ടോമാറ്റിക്കലി ഉണരണം എന്നതാണ്. അപ്പൊ ഉണർച്ചയും അങ്ങനെ തന്നെയാണ്. ഉണർന്നാലും നമ്മൾ പ്രാർത്ഥിക്കണം, ഉണർന്നാൽ നമ്മൾ പ്രാർത്ഥിക്കണം. എന്ത്? അൽഹംദുലില്ലാഹ് അല്ലദീ യഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. എത്ര നല്ല പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ യഹ്യാനി ബഅദമാ അമാതനി. പടച്ചവനെ, എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച നിനക്ക് സർവസ്തുതിയും. വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ. രാത്രിയെ നിങ്ങൾക്കൊരു മറയാക്കിയിരിക്കുന്നു. വന്നൗമ സുബാതാ വജഅൽനാ നൗമക്കും സുബാതാ. മറ്റൊരു സ്ഥലത്ത്, 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഉറക്കം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വിശ്രമമാക്കിയിരിക്കുന്നു. വജഅലൻ നഹാറ നുശൂറ. പകൽ നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു ഉയിർത്തെഴുന്നേൽപ്പാണ്. അതുകൊണ്ടാണ് രാത്രിയൊക്കെ നമ്മൾ ഉണർന്നാൽ അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തുബ്അസു ഇബാദക. അല്ലാഹുവേ, നിന്റെ അടിമകളൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് രാത്രിയിലെങ്ങാനും ഉറക്കമുണർന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കും എന്നാണ്. അറിയാതെ ഉണർന്നുപോയാൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ഉണർന്നാൽ പ്രാർത്ഥിക്കണം. ഇനിയും അറിയാതെ ഉണർന്നാൽ ആമൻ റസൂലിന്റെ അവസാനത്തെ 10 ആയത്ത് നബി തങ്ങൾ ഉണരുന്നു. രാത്രി ഉണർന്നാൽ, രാത്രി അറിയാതെ ഉറങ്ങിയിട്ട് അസാധാരണ സമയത്തൊക്കെ അതിനൊക്കെ ആദ്യം ഇത് പഠിക്കണം കേട്ടോ. ആദ്യം ആയത്തുകൾ നമ്മൾ പഠിക്കണം. സൂറത്ത് ആലി ഇംറാനിന്റെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഖൗമി എന്ന് പറഞ്ഞിട്ടുള്ള ആ ആയത്തുകളുണ്ട്. ആയാതിൽ ഉലിൽ അൽബാബ് എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുകൾ, 10 ആയത്തുകൾ രാത്രി അറിയാതെ ഉണർന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമെന്ന്. എല്ലാറ്റിനും മര്യാദകളാണ്. സ്വപ്നം കണ്ടാലോ? സ്വപ്നം അതൊരു തരം ഖബർ ശിക്ഷ. ഇമാം ഗസാലി പോലെയുള്ള ആളുകൾ, അതുപോലെ ഷാ വലിയുല്ലാഹി ദഹ്ലവി പോലെയുള്ള ആളുകൾ
ഇന്നൊക്കെ ഖബറിലെ ശിക്ഷയെ നിഷേധിക്കുന്ന ഈ എക്സ് മുസ്ലിംസ് ഒക്കെ പറഞ്ഞ കുറച്ച് ഗ്രൂപ്പുണ്ട്. ഖബറിലെ ശിക്ഷയൊക്കെ നിഷേധിക്കുന്ന കുറച്ച് ആളുകളാണ്. യഥാർത്ഥത്തിൽ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ഷാ വലിയുല്ലാഹി ദഹ്ലവിയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു ഉറങ്ങുന്ന മനുഷ്യനെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു. ഈ ഉറങ്ങുന്ന മനുഷ്യൻ ഒരു ചെറിയ റൂമിലാണ് ഉറങ്ങണത്. അവന് മാത്രമുള്ള സ്ഥലമേ ഉള്ളൂ. ഇപ്പോ കാട്ടുജീവികള് ആന ചവിട്ടിയിട്ട് പൂരത്തിന് കൊടുത്തിട്ട് അങ്ങനെ നേർച്ചയ്ക്ക് കൊടുത്തിട്ട് അങ്ങനെ അതിന്റെയൊക്കെ പുറമെ ആദിവാസികളെ മുഴുവൻ കാട്ടാന ചവിട്ടിക്കൊല്ലേ. ഇതാണ് റിപ്പോർട്ട് മുഴുവൻ പത്രത്തിലുള്ളത്. ആലോചിച്ച് നോക്കൂ. അവനിങ്ങനെ കാണുകയാണ് ഒരു കാട്ടാന വന്ന അവനെങ്ങനെ ചവിട്ടിക്കൊല്ലും. കാട്ടാനക്ക് പോയിട്ട് ഓനെന്നെ കിടക്കാൻ സ്ഥലമില്ലാത്തൊരു റൂമാണ്. പക്ഷേ അപ്പുറത്ത് വേറെ ആള് കിടക്കുന്നുണ്ട്. അവന് കാട്ടാനില്ല, ഒന്നുമില്ല, സിംഹല്ല, പുലിയില്ല. ഇവനാണെങ്കിലോ പലപ്പോഴും സ്വപ്നം കാണുമ്പോൾ അത് സ്വപ്നമായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നത് നമ്മൾ ഉണർന്നാലാണ്. നമ്മൾ ഉണരുമ്പോഴാണ് കണ്ടത് സ്വപ്നമായിരുന്നു എന്നാ. നല്ല പേടിച്ചിട്ടൊരു സ്വപ്നം കണ്ടാൽ ഉണർന്നു കഴിഞ്ഞാലും നമുക്ക് നെഞ്ചിടിപ്പുണ്ടാവും. കുട്ടികൾക്കൊക്കെ കാണാം, വലിയവർക്കുണ്ടാവും. അത് നല്ലൊരു സ്വപ്നം കണ്ടിട്ട് നമ്മൾ ഉണർന്നാൽ നമുക്ക് ഹൃദയമിടിപ്പുണ്ടാവും, നെഞ്ചിടിപ്പുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്ന് ഉണരാതിരുന്നാൽ ഖബറിലെ ശിക്ഷക്ക് തെളിവ് അത് പോരേന്ന് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗിൽ ഇമാം പിന്നെ ഷാ വലിയുല്ലാഹി ദഹ്ലവി ചോദിക്കാൻ പറ്റും. അപ്പൊ നല്ല സ്വപ്നം കണ്ടാൽ അള്ളാഹിനോട് പറയാം, പഠിച്ചോനെ ഒക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ അൽഹംദുലില്ലാ അതൊക്കെ എനിക്ക് തന്ന ഖൈറാണ് എന്ന് അള്ളാഹിനോട് പറയാം. ചീത്ത സ്വപ്നം കണ്ടാൽ ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പണം എന്നാണ് നബി പറഞ്ഞു. തുപ്പ എന്ന് പറഞ്ഞാൽ നഫസ എന്ന് അതിന് പറയാം. നഫസ ഈ മന്ത്രിച്ചൂതുമ്പോൾ തുപ്പലുണ്ടല്ലോ, കുറഞ്ഞ എന്ന് പറഞ്ഞാല് പിന്നെ തുപ്പുനീരില്ല എന്നാ വായു കൂടുതലില്ല, മറ്റേ നഫഹ എന്നാ പറയാം. അതാണ് തുപ്പ. അല്ല അങ്ങനെ കാറിക്കുറച്ച് തുപ്പാനല്ല പറയുന്നത്. ഇടത് ഭാഗത്തേക്ക് ഒരു 3 പ്രാവശ്യം തുപ്പണം എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. പിന്നെ ചീത്ത സ്വപ്നം കണ്ടാൽ ആരോടും അത് പറയാൻ പാടില്ല. കൃത്യമായ നിയമങ്ങളുണ്ട് ഉറക്കത്തിൽ. ഒരു ദുസ്വപ്നം രാത്രി കണ്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുകയും 3 പ്രാവശ്യം തന്റെ ഇടത് ഭാഗത്തേക്ക് തുപ്പലില്ലാതെ തുപ്പുകയും എന്നിട്ടോ അത് ആരോടും പറയാതിരിക്കുകയും ചെയ്യണം. മാത്രമല്ല പിന്നെ സ്വപ്നം കണ്ട് പിന്നെ ഉറങ്ങുമ്പോ കടന്നിരുന്ന ഭാഗം ഒന്ന് മാറിക്കിടക്കും. വലതുവശം ചെരിഞ്ഞിട്ടാണ് കടന്നിരുന്നതെങ്കിൽ അവൻ പിന്നെ കിടക്കുമ്പോ ഇടതുവശം ചെരിഞ്ഞു കിടക്കണമെന്നാണ്. ഇടതുവശം ചെരിഞ്ഞു കടന്നിരുന്ന ആളാണെങ്കിൽ വലതുവശം, അല്ലെങ്കിൽ ഒന്ന് ഒരു പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കിടക്കണം എന്നൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോ ഉണർന്നാൽ പറയേണ്ട ദിക്റുകളുണ്ട്. അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി ഇലൈഹിൻ നുശൂർ. കൃത്യസമയത്ത് ഉണരുമെന്ന്. അതൊരു അലാറമാണ്, ഓട്ടോമാറ്റിക് അലാറം. നമ്മുടെ ശരീരം തന്നെ. യഥാർത്ഥത്തിൽ അലാറം ഒന്നും ആവശ്യമില്ല. ശരിക്കൊരു മനുഷ്യൻ അവിടെ നിയ്യത്തിൽ വെച്ച് കടന്നാൽ മിക്കവാറും ആളുകളൊക്കെ കൃത്യമായി ഉണരും. ഓട്ടോമാറ്റിക് അലാറം നമ്മുടെ ശരീരത്തിൽ തന്നെ അത് ഫോം ചെയ്യും. പക്ഷെ അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഹദീസിലുണ്ട്, ഒരു മനുഷ്യൻ ഉറങ്ങാൻ കടന്ന ഇബ്ലീസ് വന്നിട്ട് പറയും, എന്ത്? അലൈക ലൈലുൻ തവീൽ, അലൈക ലൈലുൻ തവീൽ, അലൈക ലൈലുൻ തവീൽ. ഉറങ്ങിക്കോ, ഒരുപാട് സമയം ഇനിയുണ്ട്, ബാങ്ക് കൊടുക്കാൻ ഇനി ഒരുപാട് സമയമുണ്ട് എന്നിങ്ങനെ പറയുന്ന. എന്നിട്ട് ഈ പിശാച് 3 കെട്ടിടുന്ന ഹദീസിൽ വന്നു. അവന്റെ മേലെ 3 കെട്ടിട്ട് വെക്കുന്ന. പക്ഷെ അതൊന്നും വകവെക്കാതെ കൃത്യസമയത്ത് അവന്റെ ഉണർന്നിട്ട് ദിക്ർ ചൊല്ലുക. ഉണർന്ന ദിക്ർ അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. ദിക്ർ ചൊല്ലിയാൽ ഒരു കെട്ട് കഴിഞ്ഞു പോകും. രണ്ടാമത് ഒന്നുകൊടുക്കണം. അല്ലാഹു റസൂൽ പൈപ്പൊന്നും ഒന്നുകൊടുക്കുമ്പോൾ പ്രശ്നമല്ല. വല്ല പാത്രത്തിൽ നിന്നൊക്കെ ഒന്നെടുക്കുകയാണെങ്കിൽ ആ കൈ ആദ്യം വെള്ളമൊഴിച്ച് കഴുകണം എന്നുള്ളതാണ് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ലാ യദ്രി ഐന ബാതത് യദുഹു. അവന്റെ കൈ എവിടെയാണ് ഉണ്ടായിരുന്നത് എന്ന് അവൻ അറിയില്ല. അതുകൊണ്ട് ഹൗലിലൊന്നും പോയിട്ട് നേർക്ക് കൈ മുക്കാൻ പാടില്ല. ഉണർന്ന് നീച്ച ഉടനെ ഹൗലിൽ പോയി നേരെ കൈ മുക്കരുത്, പാത്രത്തിൽ നേരെ കൈ മുക്കരുത്. പൈപ്പാണെങ്കിൽ ഓക്കെ, കൈ നമുക്ക് കഴുകാം. അങ്ങനെ ഒളു എടുത്താൽ രണ്ടാമത്തെ കെട്ടും അടിഞ്ഞുപോയി. നിസ്കരിച്ചാലോ 3-ാമത്തെ കെട്ടും അഴിഞ്ഞുപോയി എന്നാണ്.
അതല്ലാതെ ഉണരേണ്ട സമയത്തും ഉണരാതെ കടന്നുറങ്ങുന്ന മനുഷ്യനെ പറ്റി അല്ലാഹു റസൂൽ പറഞ്ഞത് ബാല ശൈത്വാനു ഫീ ഉദ്നിഹീന, അവന്റെ ചെവിയില് പിശാച് ശൈത്താൻ മൂത്രമൊഴിച്ചിട്ടുണ്ടാവുന്നു. ശൈത്താൻ മൂത്രമൊഴിക്കും. കൃത്യസമയത്ത് നീച്ചിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് സുബഹി കൃത്യസമയത്ത് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ പിശാച് മൂത്രമൊഴിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ലോകത്ത് ഓരോന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങൾ അറിയാം. കണ്ണില്ലെങ്കിലേ കണ്ണിന്റെ വിഷമം അറിയുള്ളൂ. നടക്കാൻ വയ്യാതാവുമ്പോൾ അതിന്റെ വിഷമം അറിയുള്ളൂ. നിസ്കരിക്കാൻ വയ്യാതായി കസാലം ഇരിക്കേണ്ടി വരുമ്പോഴാണ് അതിന്റെ വിഷമം അറിയുള്ളൂ. ഇതുപോലെ സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിയാതെ വരുമ്പോഴാണ് ഉറക്കത്തിന്റെ നിഅമത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മാത്രല്ല, ഇനി എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ച് ഉറങ്ങിയാലും ആ ഉറക്കച്ചടവില്ലാതെ ഒന്ന് എഴുന്നേൽക്കാൻ അതിന് ലോകത്ത് മരുന്നില്ല. അല്ലാഹു തആല നമുക്കൊരു നിഅമത്ത് തന്നെങ്കിൽ കഴിയൂ എന്നതാണ്. അതുകൊണ്ട് ഉറക്കവും ഉണർച്ചയും അള്ളാഹുവിന്റെ ഒരു വലിയ അനുഗ്രഹമായി കണ്ടുകൊണ്ട് അതിനൊന്നൊരുങ്ങി അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അനാവശ്യമായ ചിന്തകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരിക്കലും കിടന്നുറങ്ങാൻ പാടില്ല. അല്ലാഹു റസൂൽ പഠിപ്പിച്ച ഈ സുന്നത്തുകളായിരിക്കണം ഉറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. നമ്മുടെ മൊബൈൽ നാശകാരിയാണ്. ഉറങ്ങുമ്പോ ചിലപ്പോ അതന്നെ മതി നമ്മെ അളക്കാൻ, പുറം ലോകം വായിക്കാനും അളക്കാനൊക്കെ ചിലപ്പോ മൊബൈൽ തന്നെ മതിയാവും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ കൂടെയുള്ള മൊബൈല്. അതൊക്കെ ദിക്റുകൾക്കും ദുആകൾക്കും ഉപയോഗപ്പെടുത്താനല്ലാതെ ഒരിക്കലും മോശമായി അതിനൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്തരുതേ എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. ബഹുമാന്യരെ, ഇന്ന് KNM കേന്ദ്ര പള്ളി നിർമ്മാണ ഫണ്ടിലേക്ക് സംഭാവന സ്വീകരിക്കുന്ന ദിവസമാണ്. കാര്യമായി എല്ലാവരും അതിൽ സഹകരിക്കണം എന്ന് ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكيها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.